നാട് തകർന്നു പോകുന്നല്ലോ എന്ന വേദന. ആ ഘട്ടത്തിൽ നമ്മെ സഹായിക്കാൻ ബാധ്യതയുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു സഹായവും ചെയ്യാൻ തയ്യാറായില്ല. മാത്രമല്ല, സഹായിക്കാൻ തയ്യാറായവരെ മുടക്കുന്ന നിലപാടും കേന്ദ്രം സ്വീകരിച്ചു. കേരളം തകരട്ടെ, ഇനിയും തകരട്ടെ എന്ന സമീപനം, മനോഭാവം, അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ നമുക്ക് അങ്ങനെ തകരാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നു. ഇക്കാര്യത്തിൽ ലോകത്തെ വിസ്മയപ്പെടുത്തുമാറുള്ള സമീപനമാണ് നമ്മുടെ നാടും ജനങ്ങളും സ്വീകരിച്ചത്. നാടും ജനങ്ങളും നല്ല ഒരുമയോടെ, ഐക്യത്തോടെ ഈ അതിജീവന കാര്യങ്ങളിൽ പങ്കുവഹിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ നാട് ആ പ്രശ്നങ്ങൾ അതിജീവിച്ചു എന്നതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇതിലെല്ലാം ഒരു സർക്കാർ എന്ന നിലക്ക് സംസ്ഥാന സർക്കാർ വഹിച്ച പങ്ക് ജനങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ LDFനെ തുടർ ഭരണം ജനങ്ങളെ ഏൽപ്പിക്കുന്നത്. നമ്മൾ കാണേണ്ടത്, അതേവരെ കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഒരു മുന്നണി ഒരു തവണ അധികാരത്തിലുണ്ടായാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലുള്ള മുന്നണി താഴെ പോവുകയും മറ്റേ മുന്നണി അധികാരത്തിൽ വരികയും ചെയ്യുന്ന നിലയായിരുന്നു. ഇത് സ്വാഭാവികമായി നടക്കുന്ന നിലയാണ് എന്ന് കരുതിയവരുടെ മുന്നിലാണ് ജനങ്ങൾ ആ ചരിത്രം തിരുത്തി തുടർ ഭരണം LDFന് സമ്മാനിക്കുന്നത്. തുടർ ഭരണം LDFന് സമ്മാനിച്ച ജനങ്ങൾക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം ഏതെങ്കിലും തദ്ദേശഭരണ സ്ഥാപനങ്ങളെയാണ് കേരളത്തിൽ കാണുന്നത്. ഇപ്പോൾ മറ്റൊരാൾക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി. അതിദാരിദ്ര്യമുക്തമാകുന്നതിന് സംസ്ഥാന സർക്കാർ നേരത്തെ തീരുമാനമെടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി അവതരിപ്പിക്കുന്ന നിലപാട്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. അവസാനം ആ ഗവൺമെൻറ്റിൻ്റെ ടേം അവസാനിക്കുന്നു. 2021 തെരഞ്ഞെടുപ്പ് വരുന്നു. 2021 ഇതേ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ ജനങ്ങൾ കണ്ടത് LDF 2016 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ വെച്ച 600 വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. ആ 600 വാഗ്ദാനങ്ങളാണ് കേരളത്തിലെ അവസ്ഥയാണ് രാജ്യത്താകെ നമ്മൾ തിരിച്ചറിയിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട് സമ്പൂർണ്ണ സാക്ഷരത നേടിയ നാടാണ്. എന്നാൽ രാജ്യത്തിൻ്റെ സാക്ഷരതയുടെ അവസ്ഥ എന്താണ്? രാജ്യത്താകെ എടുത്താൽ 37% നിരക്ഷരരാണ്, സാക്ഷരത നേടാത്തവരാണ്. ഇതാണ് രാജ്യത്തിൻ്റെ പിന്നോക്കാവസ്ഥ. വലിയ തോതിൽ പോഷകക്കുറവ് അനുഭവപ്പെടുന്ന ജനങ്ങളാണ് രാജ്യത്തുള്ളത്. 25% ആളുകൾക്ക്
സാധാരണഗതിയിലുള്ള പോഷകാഹാരം ലഭിക്കുന്നില്ല എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇതാണ് രാജ്യം. ആ രാജ്യത്താണ് നമ്മുടെ സംസ്ഥാനം. ആ സംസ്ഥാനത്തിന് എങ്ങനെയാണ് ഇങ്ങനത്തെ അവസ്ഥ നേടാൻ കഴിഞ്ഞത്? ഈ സംസ്ഥാനത്തെക്കുറിച്ച് ഇന്ത്യ ഗവൺമെൻറ്റും മറ്റ് ഏജൻസികളുമെല്ലാം കണക്കാക്കുമ്പോൾ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ദരിദ്രമുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് കണക്കാക്കുന്നു. ഇത് സ്വാഭാവികമായി ഉണ്ടായതല്ല. ഇതിനു വേണ്ടിയുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ജനങ്ങളെ ശാക്തീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ക്ഷേമ പെൻഷൻ ആലോചിച്ച് നോക്കൂ. ക്ഷേമ പെൻഷനകത്ത് 44,000 കോടി രൂപ ഇവിടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ അത് സർക്കാരിന്റെ ഖജനാവിൽ ചെലവഴിച്ച പണമാണ്. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് കേരളത്തിന്റെ വികസനം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ